ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നീ ചെയ്യാറുള്ളത് വേലയാണോ അതോ വേലത്തരമാണോ? കേൾക്കുമ്പോഴേ അറിയാം, വേലത്തരം നല്ലതല്ല. വേല എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല. ഞാൻ ഒരു കാര്യം നമ്മൾ വേണ്ടതുപോലെ ചെയ്യാറുണ്ടോ? ആ കാര്യത്തിൽ പോലും നമ്മൾ കാണിക്കാറുള്ളത് വേലത്തരമാണോ? അത് തെറ്റാണ്, തിരുത്തേണ്ടതാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്കറിയാം മിഷൻ സൺഡേ. ആ മിഷൻ സൺഡേ വരുമ്പോൾ അവർ അടിവരയിട്ട് പ്രഘോഷിക്കാറുള്ള, പഠിപ്പിക്കാറുള്ള 3 കാര്യങ്ങൾ. സുവിശേഷവേല, ഫലപ്രദമായ സുവിശേഷവേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുള്ള 3 വഴികൾ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ടൈം, ടാലൻറ്റ്, ട്രഷർ. ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നമ്മുടെ ടാലൻസ്, കഴിവുകൾ ദൈവം തന്നതാണ്, സുവിശേഷ വേലയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, അതും ദൈവം ദാനമായി തന്നതാണ്, സുവിശേഷ വേലയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, എത്ര ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു വ്യക്തിയാണ് കാർലോസ് അക്വിറ്റസ്. അദ്ദേഹത്തെ അസീസിയിൽ അവിടെ അടക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അടക്കം ചെയ്തു, വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ചെറുപ്പക്കാരൻ എന്താവും ചെയ്ത്, അവൻ്റെ ടാലൻറ്റ്, കമ്പ്യൂട്ടർ എക്സ്പേർട്ടായിരുന്നു. അവൻ കുറേ അധ്വാനിച്ച് ആ ടാലൻറ്റ് അവൻ പ്രയോജനപ്പെടുത്തി. ദിവ്യകാരുണ്യാത്ഭുതങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു. ഇന്ന് നമുക്കാണേലും അത് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന രീതിയിൽ വലിയ ഒരു കാര്യമാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്. അവൻ വിശുദ്ധനാവുകയും ചെയ്തു, ലോകത്തിന് അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊന്നും ചെയ്യാതിരിക്കുന്നവർ കാണിക്കുന്നത് വേലത്തരം. ദൈവം നമ്മളെ ഈ മേഖലകളിലെല്ലാം അനുഗ്രഹിച്ചിട്ട് നമ്മളതൊന്നും സുവിശേഷ വേലയ്ക്കായി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ തന്നെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടത്തിൽ കലാശിക്കും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വേല, നല്ല വേല ചെയ്യേണ്ടവരാണ് ദൈവമക്കൾ. ദൈവമക്കൾ അലസരാകേണ്ടവരല്ല, അധ്വാനികളാകണം. നല്ല വേല ചെയ്യുന്നവരായി മാറണം ദൈവമക്കൾ. 2 തീമോത്തി 2:6 വായിച്ചാൽ, അധ്വാനിക്കുന്നവർക്കാണ് ഫലത്തിൻ്റെ ആദ്യ ഫലം അവകാശമാക്കാൻ പറ്റുക. അവകാശികളാകുന്നത് അധ്വാനിക്കുന്നവർ, കുഴിമടിയന്മാരല്ല, അലസരായി കഴിയുന്നവരല്ല, അധ്വാനിക്കുന്നവർക്കാണ് അവകാശം. 2 തെസ്സലോനിക്ക 3:8 വായിച്ചാൽ അവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്: ആർക്കും ഭാരമാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ കൈകൊണ്ട് അധ്വാനിച്ചവരാണ്. അപ്പോൾ നമ്മൾ അലസരായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായി മാറും. 2 തെസ്സലോനിക്ക 3:10 വായിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാതിരിക്കട്ടെ. അവർക്ക് ഭക്ഷിക്കാൻ അവകാശമില്ലെന്ന്. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സാഹചര്യം, ആരോഗ്യം ഇതൊക്കെ അനുവദിക്കുന്നത് പോലെ എന്തെങ്കിലും അധ്വാനം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ല എങ്കിൽ സാത്താൻ പോലും നമ്മളെ അവൻ്റെ പണിപ്പൊരിയാക്കി മാറ്റും. 2ാമത്തെ കാര്യം, അലസർ അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് വചന സന്ദേശമാണ്. നിങ്ങൾ അലസരായി കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ നിങ്ങളിൽ വളർന്നു വരും. പ്രഭാഷകൻ 33:28 നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അലസത തിന്മകൾ വളർത്തും. 1 തെസ്സലോനിക്ക 5:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അലസരെ ശാസിക്കുവിൻ. നമ്മൾ അലസരാണെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ ശാസിക്കുകയല്ലേ ചെയ്യുന്നത്. സുഭാഷിതങ്ങൾ 25:21 നമ്മൾ വായിക്കുന്നത്, അലസൻ്റെ ആഗ്രഹങ്ങൾ അവനെ തന്നെ കൊന്നുകളയും. ഇത് കാണാൻ സാധിക്കും. അധ്വാനിക്കുന്നതിനേക്കാൾ വെറുതെ ഇരിക്കുന്ന, അലസരായി കഴിയുന്നവർക്കാണ് ഒരുപാട് ആഗ്രഹങ്ങൾ, ഡിമാൻഡ്സ്. അത് അവനെ കൊന്നുകളയും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. തോബിത്ത് 4:13 വായിച്ചാൽ, അലസത നാശവും ദാരിദ്ര്യവും വിതയ്ക്കും എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, അലസത അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. 3ാമത്തെ കാര്യം, സുവിശേഷ വേല എന്ന് പറയുന്നത് നാം എല്ലാവരുടെയും കടമയാണ്. കുറേ മിഷണറിമാർ എന്തെങ്കിലും ചെയ്യട്ടെ, അച്ഛന്മാരും കന്യാസ്ത്രീമാരും പ്രഘോഷിക്കട്ടെ, ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും സുവിശേഷ വേല ചെയ്യേണ്ടവരാണ്. 1 കൊരിന്തോസ് 9:16 വായിച്ചാൽ, നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. സമർപ്പിതരെ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്നല്ല, വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്ത്യാനികൾക്കുള്ള സന്ദേശമാണ്. നീ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ വേല ചെയ്യാനുള്ള ഏതെങ്കിലും മാർഗം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ആ മാർഗത്തിലൂടെ സുവിശേഷ വേല ചെയ്തേ പറ്റൂ. അതല്ല എങ്കിൽ ഈ ദുരിതം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ലൂക്ക 20:1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, യേശു അതുപോലെ അവൻ്റെ ശിഷ്യന്മാർ ചുറ്റി സഞ്ചരിച്ചു. എന്തിനാ? പഠിപ്പിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും.
അവർ ക്ഷീണിതരായിട്ടിരിക്കാതെ ഒരു സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ അക്ഷീണം ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തവരാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം. വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ പോലും ഫിലിപ്പോസ് മറ്റ് ശിഷ്യന്മാരൊക്കെ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണം നടത്താൻ സഹായമാകുന്ന 3 കാര്യങ്ങളാണ് ടൈം, ടാലന്റ്, ട്രഷർ. കൊളോസസ് 4-ാം അധ്യായം 5-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ. സമയം വേസ്റ്റാക്കുന്നത് വലിയൊരു അപരാധമാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക, ഒരു നിമിഷം പോലും വേസ്റ്റാക്കരുതെന്ന് 2 കൊരിന്ത്യർ 6:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാ സ്വീകാര്യമായ സമയം, രക്ഷയുടെ ദിനം. നമ്മൾ റിട്ടയർമെൻ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ചെയ്യേണ്ടത് സുവിശേഷ വേല ചെയ്യാൻ? അല്ല, ഇപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തിരിക്കണം. ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. സകല സമയം വേസ്റ്റാക്കിയാൽ വരാവുന്ന അപകടം. ഞാൻ ട്രെയിൻ യാത്ര ചെയ്ത് ബാംഗ്ലൂർക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ അല്പം ലേറ്റായിപ്പോയി. വേറെ ചില കാര്യങ്ങളിലേക്ക് പോയി, അല്പം ലേറ്റായിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റി, ആ റെയിൽവേ ട്രാക്കിൽ നിന്നുകൊണ്ട് ആ ബാംഗ്ലൂർക്ക് പോകേണ്ട ട്രെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കയറാൻ പറ്റിയില്ല, കാരണം അല്പം ലേറ്റായിപ്പോയി. നമ്മൾ സമയം ഒരു കാരണവശാലും വേസ്റ്റ് ആക്കരുത്, അത് വലിയ നഷ്ടം വരുത്തും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടെ കിട്ടിയത്. ടാലൻറ്റ്, നമ്മുടെ കഴിവുകൾ. എല്ലാവർക്കും ഒരേ കഴിവല്ല. ഞാൻ എൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തിയാൽ മതി. ഇല്ലാത്ത കഴിവ് ഞാൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ ഞാൻ തയ്യാറായാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. 2 വത്തിക്കാൻ സൂനകദോസ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, സഭയ്ക്ക് ആവശ്യം ഒരുപാട് കഴിവുകളുള്ളവരെ അല്ല, അർപ്പണബോധമുള്ളവരെ. അർപ്പണബോധമുണ്ടെങ്കിൽ ഉള്ള കഴിവ് നന്നായിട്ട് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും, അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമ്പത്ത്, ലൂക്കാ 8-ാം അധ്യായം ആദ്യ വചനങ്ങളൊന്ന് വായിച്ചാൽ മതി. അവിടെ ഏതാനും സ്ത്രീകളെക്കുറിച്ചും ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ സുവിശേഷ വേല ചെയ്തത് അവരുടെ സമ്പത്ത് കൊണ്ടാണ്. ഈ 3 കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ നമുക്കും അതിവിശിഷ്ടമായ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. അതിന് തീരുമാനമെടുത്തുകൊണ്ട് അതിന് വേണ്ട അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.